A book is a dream you hold in your hands. St. Joseph's English Secondary School, Muttada welcomes you to Reading Day 2026 for books. Happy Reading Day! ഏവർക്കും വായന ദിനാശംസകൾ. സാഹിത്യത്തിന്റെ മഹത്തായ പൈതൃകമുള്ള കേരളത്തിൽ വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്. അറിവിന്റെയും വിവേകത്തിന്റെയും ലോകം തുറന്നു തരുന്ന വായനയെ ജീവിതചര്യയാക്കിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായന ദിനമായി ആഘോഷിക്കുന്നത്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്. 2017 മുതലാണ് ജൂൺ 19 ദേശീയ വായന ദിനമായി ആചരിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളും ഈ വായന ദിനം ആഘോഷിക്കുകയാണ്. പ്രാർത്ഥനയാണ് നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അതിനാൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇമ്മാനുവലിന് ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. അടുത്തതായി സ്കൂളിന്റെ നെടും തൂണായ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ടീനസ് മേരിയെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കും വിദ്യാഭ്യാസ മികവിനും എന്നും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ മികച്ച നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന സിസ്റ്ററിന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ മെരുവ് പകരുന്നു. നമുക്കേവർക്കും പ്രചോദനമായ റെവറൻഡ് സിസ്റ്റർ ടീനസ് മേരിക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മുടെ വായന ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും പ്രിയപ്പെട്ട അതിഥിയുമായ ആദരണീയ റെവറൻഡ് ഫാദർ ഇമ്മാനുവേലിനെ തന്റെ അനുഗ്രഹീതമായ സന്ദേശവും ആശയങ്ങളും പങ്കുവെക്കുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. പുസ്തകങ്ങളൊന്നും വായിക്കണ്ട, കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വായിച്ചു തുടങ്ങിയാൽ മതി. കണ്ടിട്ടില്ലേ കൊച്ചു കൊച്ചു ബാലരമയിൽ വരുന്ന കഥകളൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ കളിക്കുട്ടിയിൽ വരുന്ന, പിന്നെ വലിയ കുട്ടികളൊക്കെ കുറച്ച് വലിയ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യണം, വായിച്ചത് ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കണം. വായനാ ദിനം നമ്മൾ ആഘോഷിക്കുന്നതിലൂടെ ഞാൻ ഒരു വർഷം ഇത്ര പുസ്തകം വായിക്കും, അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം ഞാൻ ഗ്രഹിക്കും. അത് നമ്മൾ അസംബ്ലിക്ക് ഇങ്ങനെ പറയാറുണ്ട് അല്ലെ, ബുക്ക് റിവ്യൂ ഒക്കെ നടത്താറുണ്ടല്ലോ. അപ്പോ അത് നമ്മൾ ഒരുപാട് നമ്മുടെ ചില ഡിസിഷൻ മേക്കിംഗ് പീരീഡ് ഒക്കെ നമുക്ക് വരും. ആ സമയത്തൊക്കെ നമ്മുടെ വായനകളൊക്കെ
നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ് ബുക്സ് എവരിവെയർ. കീപ് ബുക്സ് എവരിവെയർ. എല്ലാ സ്ഥലങ്ങളിലും ഒരു പുസ്തകം നമ്മൾ എന്ത് ചെയ്യണം? വച്ചേക്കണം. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു പുസ്തകം വച്ചേക്കണം അവിടെ, അല്ലെ? കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു പുസ്തകം വച്ചേക്കണം. ഉറങ്ങുന്ന ബെഡിൽ ഒരു പുസ്തകം വച്ചേക്കണം. ഇരിക്കുന്ന മേശയിൽ ഒരു പുസ്തകം വച്ചേക്കണം. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും കവിതയിലൂടെ അക്ഷരസ്നേഹവും വായനയുടെ മഹത്വവും ജീവിത മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ഘാതകന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഊർജവും പ്രചോദനവും പകർന്നു. തിരക്കേറിയ സമയത്തിനിടയിലും ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് ഈ സദസ്സിനെ സമ്പന്നമാക്കിയതിന് ഒരിക്കൽ ഇന്നും പുസ്തകങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. ഒരു സ്കൂൾ ലൈബ്രറി അറിവിന്റെ ക്ഷേത്രമാണ്. പുസ്തകങ്ങൾ അതിലെ അമൂല്യമായ നിധികൾ എന്നാണ് ലൈബ്രറിയെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. വായനയുടെ സംസ്കാരം വളർത്തുന്നതിനും നമ്മുടെ സ്കൂൾ ലൈബ്രറിയെ കൂടുതൽ സമ്പന്നമാക്കി സാധനം കഴിക്കുന്നത്.
Gitanjali. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless life stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert, sand of desert and habit. I was once told no 12 times on the 13th try to hold the keys to Harry Potter. I read about wizards, but I believe real magic is when a child picks up a book and doesn't want to put it down. So pick up your pen, your story matters too. Thank you. Hi, I'm Harry Potter. I am a wizard from Hogwarts. I love magic, science, and going on my own. It's Panorama. Thank you. എന്റെ പേര് ടി പത്മനാഭൻ. ആധുനിക മലയാള സാഹിത്യത്തിലെയും പ്രശസ്തമായ ഒരു ചെറുകഥാകൃത്താണ്. കഥാ സാഹിത്യത്തിന്റെ അൻപത് സാധ്യതകൾ മലയാള വായനക്കാരെ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് ഞാൻ. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ഗൗരി, സാക്ഷി, ഹാരിസൺ സാഹിത്യമായി എന്നിവയാണ് എന്റെ പ്രധാന കൃതികൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന ചെറുകഥയിലെ പെൺകുട്ടിയാണ് ഞാൻ. ഞാനൊരു 12 വയസ്സുകാരിയാണ്. എന്റെ കയ്യിൽ വിളക്കുകളൊന്നുമില്ല. പക്ഷേ എന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ വെളിച്ചമുണ്ട്. ഞാൻ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ ശ്രമിക്കുന്നു. ഒരിക്കൽ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ഒരു സിനിമ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ എന്റെ ശുഭാപ്തി വിശ്വാസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മരിക്കാനായില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഇതിനെ അടുത്താൽ വലിയ വിളക്കുകൾ വേണ്ട, ഒരു ചെറിയ നന്മ മതി. ആളുകൾ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നു. നന്മ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വായിക്കാം, ചിന്തിക്കാം, സ്നേഹിക്കാം, നന്മയുടെ പ്രകാശം വരുത്താം. നന്ദി. नमस्ते, मैं रंजन हूँ. मैं हिंदी और उर्दू के लोकप्रिय लेखक भी हूँ. मुझे कलम का सिपाही भी हमने है. मैं निर्मला हूँ. मैं मुंशी रंजन की दहेज प्रकार प्रयास की महिला हूँ. Kerala's library movement. He was a man who believed one simple thing: if you give a village a library, you give it a future. He walked from village to village with one message. Do you know what is the message? Read and grow. The message was read and grow. So on this reading day, let me give you 2 reasons why reading is your superpower. The first one is, readers never walk alone. Your phone will die. Your friends will go home. But a book waits for you. It talks to you at midnight. It travels with you on the bus. നമ്മുടെ വായനാ ദിനം ഒരു മനോഹരമായ ചടങ്ങാക്കി മാറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. നമ്മുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വളരെ സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ റവറൻഡ് ഫാദർ ഇമ്മാനുവലിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും നൽകി നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ക്ലീനസ് മേരിക്ക് സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകി Below. A special thanks to our esteemed chief guest, Reverend Fra Emmanuel, our respected principal, St. Cleanus Mary,
teachers, parents, and dear students